കര കാണാ കടലിനക്കരെ ഇനി കണ്ടൊരു പൊന്മുത്ത് കടലേഴും കടന്നു പോയ കരളായൊരു പൂമുത്ത്. പുതിയ പ്രകാരം വന്നപ്പം മൂപ്പർക്ക് അന്നം കൊടുത്ത് ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ. കഴിഞ്ഞ് ഇത് അളക്കാനുള്ളതാണ്, കുറച്ചേ ഉള്ളൂ. ഒക്കെ കഴിഞ്ഞ് അളക്കലൊക്കെ കഴിഞ്ഞ് ഒരു റാഹത്തായി സമാധാനമായി. ഇത് കുട്ടി കാണ്ടെടുത്തേക്കണം, അന്മാരൊക്കെ എടുത്തേക്കണം. ബാക്കി എല്ലാ പണി കഴിഞ്ഞ് പറയാനില്ല. അല്ലാ കുറച്ചോനെ എന്താ പറയാന്ന് തന്നെ പറയണില്ല. എന്നാലും മക്കളെ നിങ്ങളെ ദ്വാ കൊണ്ട് ഞാനുണ്ട് റാഹത്തായി. അൽഹംദുലില്ലാഹ് മക്കളെടുത്തും പുതിയാപ്പളക്കാക്കാൻ്റെ അടുത്തും താത്ത ഉണ്ട് ചുരുക്കാൻ പറയാ. 2-3 മാസം ജീവിച്ച് കൂട്ടിയത് എനിക്കറിയുള്ളൂ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇബിലീസും വരല്ലേ. ഇബിലീസ് വരികയാണെങ്കിൽ ഒരു 5-8 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേ ഇനി എനിക്ക് പോയിട്ട് 2-3 മാസം പറഞ്ഞോണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. 3 മാസം മനുഷ്യന്മാരല്ലേ, നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ നമുക്കൊരു അതിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണം. എന്നാലും എൻ്റെ പുതിയാപ്പളക്കാക്കല്ലേ പൂ പോലത്തെ മനസ്സിലാണ്. എത്ര നമ്മളാണ് കൊടുത്താൽ മൂപ്പര് നമ്മൾ പുതിയാപ്പളക്കാക്കേന്നൊരു വിളിയാണ്ട് വിളിച്ചാൽ മതി. മൂപ്പരാണ്ട് അലിഞ്ഞാണ് പോകും. വെണ്ണ പോലത്തെ മനസ്സാണ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഓല് എനിക്ക് വേണ്ടി ദുആ ചെയ്ത് തന്നെ തെറ്റ് സംഭവിച്ചാൽ ഓലെ ദുആ കൊണ്ട് എൻ്റെ കുടുംബം അങ്ങനെ നന്നാവും. നാട്ടുകാരും കൊടുക്കും, ഞാനും കൊടുക്കും. അപ്പൊ ഞങ്ങൾക്കൊക്കെ സുഖല്ലേ. ഇപ്പൊ നോക്കാൻ നമ്മളെ പെര എന്തോരു പോരസുള്ള പെര. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ജീവിച്ചില്ലേ നമ്മള്. ഇത്രയും കാലം നമ്മളെ മക്കള് വേറെ കിടന്നു. അത് അതിന് മുമ്പ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു 2-3 മാസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഓലക്ക് അങ്ങനത്തെ ഓല അതുകൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കാൻ തന്നെ, നമുക്ക് നമ്മളെ മക്കള് നമ്മളില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് പഠിക്കും. ഉമ്മ മരിച്ചാലും മക്കൾ ജീവിക്കണല്ലോ. അപ്പോ മക്കൾ അതാണ് പഠിക്കും. അതിനാണ് ഈ താത്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ മക്കളെ നമ്മക്ക് ആരെന്നുണ്ടായാലും ശരി നമ്മളെ പുതിയാപ്പളക്കാർക്ക് കൊടുക്കും. നമ്മളെ മാപ്പിളാരാണ് നമ്മൾ എല്ലാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നിങ്ങൾക്ക് തെളിവാണ്. മനസ്സിലാക്കണം. എല്ലാ പുതിയാപ്പളക്കാരും ആയിരല്ല എൻ്റെ പുതിയാപ്പളക്കാക്ക എത്രയും ശ്രമിക്കും. ഞാൻ പിന്നെ എൻ്റെ സ്വഭാവം മൂപ്പർക്ക് അറിയുകയാണേ. ഞാൻ 1-2 ദിവസം അല്ല 1-2 മാസം അല്ല 5-6 മാസം ആട് വിട്ട് നിൽക്കുന്നുണ്ടിച്ചിട്ട് നമ്മളെ കൽബിനുള്ളിലുണ്ടാവൂലേ നമ്മളെ പുയ്യാപ്പളക്കാക്കാനോടുള്ള സ്നേഹം, പുയ്യാപ്പളക്കാക്കൻ്റെ ഉള്ളിലുണ്ടാവൂലേ നമ്മളുള്ള സ്നേഹം. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് മൂപ്പരെ പറ്റിയിട്ട് നിങ്ങളോട് പറയുമ്പോൾ അതാണ് ആവൂല. നമ്മളെ കൽബിലാണ് അതുള്ളത്. നമ്മളെ വാക്കുകൊണ്ട് എന്തെങ്കിലും മനസ്സന്മാരല്ലടോ. എന്തെങ്കിലൊക്കെ ഇങ്ങോട്ട് ആരെങ്കിലൊക്കെ ഉണ്ട് പറയുമ്പോ നമ്മള് മനസ്സന്മാരല്ലേ അവിടെ പറഞ്ഞു പോകൂലേ. അപ്പൊ ഒരു ക്യാമറ വെച്ചിട്ട് അതിപ്പോ എന്ത് വിസയാ. ഇതൊന്നും നിങ്ങള് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താ വെച്ചാല് പിന്നിപ്പോ നമ്മൾ പെണ്ണി അവിടെ ഞമ്മക്ക് ഉമ്മല്ലുള്ളൂ. അപ്പൊ നമ്മളത് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണോ. നമ്മളെ മാപ്പിളനായിട്ട് പെണിഞ്ഞിക്കഴിഞ്ഞാൽ നമ്മക്ക് ആകെയുള്ളൊരു തണലാരാണ് ഉമ്മ. നമ്മളെ കാക്കൂ, നമ്മളെ കാക്കച്ചി, നമ്മളെ കൂക്കൂ ഇവരൊക്കെ നമ്മക്ക് ഉണ്ടാവുള്ളൂ മക്കളെ. അപ്പൊ താത്ത എങ്ങനെ പറയുമെന്ന് ഇവരാണ് നമുക്ക് എന്നുണ്ടാകുക. പിന്നെ നമുക്കെന്താവും, നമ്മളെ ചാലാണ്ട് വൈറലാവും, ട്രെൻഡിങ്ങിലെത്തും. അതിൽ കുളിര് വരും. എന്ത് വരും? ഒരു കുളിർ ഇങ്ങനെ വരാണ്ട്. ആ കുളിരും കൂടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം പോയി. പിന്നെ പുയ്യാപ്പളക്കാക്കണ്ട് ഇഷ്ടം കൂടല്ലേ. അപ്പൊ പുയ്യാപ്പളക്കാക്ക എന്താട്ടോ
പണം ഉണ്ടെങ്കിൽ എവിടെ നിൽക്കാം മക്കളെ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. പിന്നെ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ട്രെൻഡിങ് കളിയാണ്. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അടിപിടി കൂടിയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ എന്താവും, ട്രെൻഡിങ്ങിലേക്ക് ഇങ്ങനെ പോവും. പിന്നെ ലാസ്റ്റത്തല്ല, അതൊന്നും ആരും നോക്കണ്ട. ലാസ്റ്റ് എന്ത് സംഭവിക്കൂലെന്ന് ആര് കണ്ട്? ഇതും വെച്ച് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യം മക്കളെ. നമുക്ക് എന്താ വേണ്ടത്? പൈസ ഉണ്ടെങ്കിൽ മാപ്പിള ഉണ്ടാവും, മക്കളുണ്ടാവും, മാപ്പിള കുടുംബക്കാരുണ്ടാവും, നമ്മളെ കുടുംബക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പൈസ ഇല്ലെങ്കിൽ ആരും ഇല്ല. അപ്പൊ അതിന് നമ്മളെന്ത് വേണം? നമ്മളെ വീട് താഴത്തേക്ക് പോകുമ്പോൾ നമ്മളെന്താട്ടണോ? ഒരു കളിയാണ് കളിക്കണോ? അപ്പൊ എന്താട്ടു? കാക്കുനോടൊന്ന് പറയും ഇങ്ങനെ കാണുന്നത്. അപ്പൊ അവരൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെന്താട്ടു? ആള് വിളിച്ചൊരു മക്കളെ താത്താന്റെ കാര്യം പോയി, ഇനി ജീവിതം ഒറ്റയ്ക്ക് 1 തുടങ്ങണം, 2 തുടങ്ങണം, 3 തുടങ്ങണം, 4 അവസാനിക്കൂല. പിന്നെ അവസാനിക്കുന്നത് എവിടാണ് മക്കളെ? എന്റെ ജീവിതം പോയി, എന്റെ പൈസ പോയി, എന്റെ പണം പോയി, എന്റെ മാനം പോയി, അങ്ങനെയൊക്കെയാണ് പറയണോ. അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പാഞ്ഞു വരും. സങ്കടപ്പെട്ട് കണ്ണീരോട് പോലെ പോവാ മക്കളെ. എവിടെ പോകൂല നിങ്ങളെ പോവാ, തട്ടും എവിടെയും പോകും. ഇനി താത്ത പോണത് വേറെ സ്ഥലത്ത്. താത്ത വിളിച്ച വിളി പടച്ചെറുപ്പാടും നിങ്ങൾ വിചാരിക്കണ മാതിരല്ല. അവിടെത്തും വിളിച്ച വിളിപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പടച്ചെറുപ്പ് പോകില്ല. എന്ത് മക്കത്ത് പോകാനും മദിനത്ത് പോകാനും ഒക്കെ ശരിയാണ്, അപ്പം കിട്ടും. ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ താത്താക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം കൊണ്ട് ഇനിയിപ്പോ എന്താ കുറച്ച് കാര്യങ്ങളും കൂടെ ശരിയാക്കാണ്ട് വണ്ടി എടുക്കണോ പെര എടുക്കണോ എന്നൊക്കെ വിചാരിച്ചതാണ് മക്കളെ. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചതാണ്. അല്ലാ, കാലഘട്ടം ആലോചിച്ചൂടാ. ഞാൻ അടുത്ത കാലഘട്ടത്തേക്ക് ആലോചിക്കാനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്ക്രിപ്റ്റായിട്ട് ഞാൻ എഴുതിയെടുത്തിട്ട് വേണം മക്കളെ ഞാൻ അടുത്ത്. കാരണം നിങ്ങൾ വിശ്വസിക്കണമില്ല, ഇതുവരെ നിങ്ങൾ വിശ്വസിപ്പിച്ചത് നമ്മളൊരു റിസ്ക് ഞമ്മക്ക് അറിയുള്ളൂ. ഞാൻ അടുത്ത് നിങ്ങളെ വിശ്വസിപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു കളി ഞാൻ കളിക്കണം. നിങ്ങൾ വിചാരിക്കും നമ്മൾ കളിക്കണം. ഒറിജിനലാണ് മക്കളെ, ഒറിജിനല്. ഇപ്പൊ താത്ത അങ്ങോട്ട് വന്ന്, താത്ത 2-3 മാസം മുമ്പ് അങ്ങോട്ട് പോയി. അതിന് മുമ്പ് താത്ത 10 മാസം മുമ്പ് ഇങ്ങോട്ട് വന്ന്, പിന്നെ അതിന് മുന്നേ പോയി. ഇങ്ങനെ കളിക്കും. അതൊക്കെ നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ച് താത്താക്ക് വേണ്ടി ദുആ ചെയ്ത് അതുപോലെ താത്താക്ക് വേണ്ടിയിട്ട് സബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും കണ്ട് പൈസ ഉണ്ടാക്കി നമുക്ക് തരണം. മനസ്സിലായല്ലോ? അപ്പൊ പൊന്നാരുണ്ട് മക്കളെ, മാണിക്ക കല്ലാള പുകിലാള. നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങോട്ടേക്ക് പറയും. എനിക്കാണെങ്കിൽ ഇനി ഒന്ന് കാക്കൂനായിട്ട് സ്വകാര്യം പറയാനുണ്ട്. 2-3 മാസത്തെ അകന്ന് നിന്നതല്ലേ, എന്തായാലും വേണ്ടില്ല. മക്കളുടെ അന്തല്ലേ, അങ്ങനെയാണ് വിട്ട് കളയാൻ പറ്റൂലല്ല. മൂപ്പരോട് പോയി നോക്കട്ടെ ഞാൻ.